ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ന്യൂറോ ഫിഖ്ഹ്, ചില കാലിക സംവാദങ്ങൾ. ഇതിൽ ന്യൂറോ സയൻസിനെയും ഫിഖ്ഹിനെയും ഒരുമിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ സദസ്സിൽ നടക്കാൻ പോകുന്നത്. അൽ ഇൽമു ഇൽമാനി, ഇൽമുൽ അദിയാനി വ ഇൽമുൽ അബ്ദാൻ. രണ്ട് തരം ഇൽമുകളാണ്. ഒന്ന് ശരീരങ്ങളെക്കുറിച്ചും രണ്ട് ദീൻ്റെ ഇൽമുകളെന്ന് പറയാറുണ്ട്. ആ രണ്ട് ഇൽമിൻ്റെയും ഒരു പരസ്പരമുള്ളൊരു ക്രോസ് ടോക്കാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു കാലിക സംവാദമാവാനുള്ള കാരണം ന്യൂറോ സയൻസിൻ്റെ, അതായത് നമ്മുടെ തലച്ചോറിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ഞരമ്പുകളുടെയും പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ശാരീരികമായിട്ടുള്ള അസുഖങ്ങളും അതിൻ്റെ പ്രതിവിധികൾ, അതുപോലെ അതിലുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഇത് അസൂയാവഹമായിട്ടുള്ള രീതിയിലുള്ള പുരോഗതിയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ലോകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ. മസ്തിഷ്കം നമ്മളൊരു ശരിക്ക് പറയാറുള്ളൊരു സൂപ്പർ കമ്പ്യൂട്ടറിനോടാണ് നമ്മൾ പണ്ട് ഉപമിക്കാറുണ്ടായിരുന്നത്. പഴയ ടീച്ചിങ് പഠിപ്പിക്കൽ അങ്ങനെയായിരുന്നു. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ CPU ബ്രെയിൻ ആണെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ അവയവങ്ങളായിരിക്കും. ബ്രെയിനിൽ നടക്കുന്ന രാസപ്രക്രിയകൾ ഇലക്ട്രിക്കൽ സിഗ്നലുകളായി മാറി അതാണ് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഞരമ്പുകളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലെ ആക്ഷൻസായി മാറുന്നത്. അപ്പം നമ്മുടെ നടത്തം, ഇരുത്തം, നമ്മുടെ കൈകൊണ്ടുള്ള നിർവഹണങ്ങൾ, കാലുകൊണ്ടുള്ള നടത്തങ്ങൾ, സംസാരശേഷി, ഹിയറിങ്, കേൾവി, കാഴ്ച, ഇതൊക്കെ തലച്ചോറിലെ ചില ഞരമ്പുകളിൽ നടക്കുന്ന ചില കെമിക്കൽ റിയാക്ഷൻസ്, അത് പിന്നീട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഒരു കരണ്ട് പോലെ, അത് ഇലക്ട്രിക് സ്റ്റിമുലസായി മാറുമ്പോഴാണ് അതൊരു നമ്മളെ ആക്ടിവിറ്റി ആയിട്ട് മാറുന്നത്. ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നമ്മളിപ്പോൾ ചികിത്സകളിൽ ഉപയോഗപ്പെടുത്തി തുടങ്ങിയ കാലമാണ്. ഇപ്പോൾ 1926 ആദ്യമായിട്ട് തലച്ചോറിൻ്റെ EG രേഖപ്പെടുത്തപ്പെടുന്നത്. EG നമ്മൾ ഹാർട്ടിനെ നമ്മൾ ECG ചെയ്യാറുണ്ടല്ലോ, ഹൃദയത്തിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് ECG കാണിക്കുന്നത്. അതുപോലെ തലച്ചോറിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് EEG. അത് ഹാൻസ് ബർഗർ എന്ന ശാസ്ത്രജ്ഞൻ 1920-കളിലാണ്, 26-ലാണ് കറക്റ്റ്ലി ഓർമ്മ ശരിയാണെങ്കിൽ, കണ്ടുപിടിച്ചത്. അതിനുശേഷം ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം അതിൽ ഇപ്പോൾ ഏറ്റവും ഈ വിഷയം ചർച്ചകളിലേക്ക് വരാൻ കാരണമായിട്ടുള്ളത് ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള എലോൺ മസ്കിൻ്റെ കമ്പനി ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസുകളിൽ നടത്തുന്ന റിസർച്ചുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ്. സത്യത്തിൽ 1970-കൾ മുതൽ ഈ വിഷയത്തിലുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് പബ്ലിക്കേഷൻസ് ഇതിനെ ചൊല്ലിയുള്ള പഠന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു കൊമേഴ്സ്യലായിട്ടുള്ള അതൊരു പുറമേക്ക് ഒരു ബിസിനസ് രൂപത്തിൽ ഇലോൺ മസ്ക് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി തുടങ്ങിയത്. അപ്പം ഇതിൽ നമ്മുടെ മുമ്പിലുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ നിലവിലുള്ള നമ്മൾ ഫിഖ്ഹിൽ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നതിനപ്പുറത്തേക്ക് മനുഷ്യനും അതിൻ്റെ കൂടെ ഒരു മെഷീനും കൂടെ ഉണ്ടാവും. അപ്പോൾ പല കാര്യങ്ങളിലും മെഷീനും മനുഷ്യനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർഫേസ് ഡെവലപ്പ് ചെയ്യും. ഒരു മനുഷ്യൻ്റെ ബ്രെയിന് മറ്റൊരു മെഷീനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആ മെഷീനിലൂടെ മനുഷ്യൻ അവൻ്റെ സംവേദനങ്ങൾ നടത്തുന്ന അവസ്ഥ വരും. അപ്പോൾ ചിന്തിക്കുന്നത് ബ്രെയിനായിരിക്കും, പറയുന്നത് മെഷീനായിരിക്കും, ചിന്തിക്കുന്നത് ബ്രെയിനായിരിക്കും, എഴുതുന്നത് മെഷീനായിരിക്കും. അതുപോലെ ചിന്തിക്കുന്നത് ബ്രെയിനായിരിക്കും, നടക്കണമെന്ന് തോന്നുന്നത് ബ്രെയിനായിരിക്കും, പക്ഷെ നടക്കുന്നത് കാലായിരിക്കില്ല, കാലിന് പകരം പിടിപ്പിച്ച ഒരു വെപ്പുകാലായിരിക്കും.
ഇപ്പം നമ്മളെ മുമ്പിൽ ഇപ്പോൾ വെപ്പുകാലുകളുണ്ട്, ഇഷ്ടംപോലെ വെപ്പുകാലുകൾ നമ്മൾ കാണുന്നുണ്ട്. കാല് മുറിച്ച ആളുകൾ, കാലില്ലാത്ത ആളുകൾ വെപ്പുകാല് വെച്ച് നടക്കുന്നുണ്ട്. അവരുടെ ചലനാത്മകമായിട്ടുള്ള മറ്റൊരു അവയവത്തെ കൊണ്ട് അത് നടത്തിപ്പിക്കുക ചെയ്യുക. ഇപ്പം മുറിക്കപ്പെട്ട കാലിൻ്റെ മേലുള്ള കാൽഭാഗം ചലിപ്പിക്കുമ്പോൾ ഈ വെപ്പുകാലും ചലിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള അവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് നമ്മൾ ക്രച്ചസ് പിടിച്ചിട്ട് ക്രച്ചസിനെ നമ്മൾ ചലിപ്പിക്കുന്നത് കൈ കൊണ്ടാണ്. അപ്പം കയ്യിലാണ് ഇതിൻ്റെ ഞരമ്പുകൾ വർക്ക് ചെയ്യുന്നത്. അതിന് പകരം തലച്ചോറ് കാല് പൊന്തിക്കണം എന്ന് ആലോചിക്കുമ്പോൾ പൊന്തുന്ന ഒരു കാലുണ്ട് എന്ന് വിചാരിക്കാം. അതാണ് ഇപ്പോഴുള്ള ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിൽ വരാൻ പോകുന്ന ഒരു വിഷയം. ഇപ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ട ഒരാൾ, സംസാരിക്കാൻ കഴിയാതിരിക്കുന്നു, പക്ഷേ അയാൾക്ക് സംസാരിക്കണം എന്നുണ്ട്, സംസാരിക്കാനുള്ള ലാംഗ്വേജ് ഔട്ട്പുട്ട് അയാൾക്ക് ബ്രെയിനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഭാഷയാവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ശബ്ദമാവാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് പകരം ബ്രെയിനിൽ നിന്ന് അയാൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെ കോഡ് ചെയ്തിട്ട് ഡീകോഡ് ചെയ്ത് അതിനൊരു ഭാഷ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മെഷീനിലേക്ക് കണക്ട് ചെയ്തിട്ട് സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരത്തിന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു ചുറ്റുപാടിൽ ഈ ന്യൂറോ സയൻസിൽ നമുക്കുണ്ടാക്കുന്ന വെല്ലുവിളികളും ചർച്ചകളും ഇതിനെ പറ്റിയാണ്. അപ്പം അതിൽ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് അതാണ് ഇപ്പോൾ പ്രധാന ചർച്ചകളിലൊന്ന്. ഇതാണിപ്പോൾ ന്യൂറാലിങ്ക് കമ്പനി 3 രോഗികളിൽ പരീക്ഷിച്ച് വിജയിച്ചൊരു സംഗതി. ഇതിന് മുമ്പ് നമുക്കറിയാം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു വിഖ്യാത ശാസ്ത്രജ്ഞനാണ്. അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം തളരാൻ തുടങ്ങി. തളർച്ച മുന്നോട്ട് പോയി ഓരോ അവയവങ്ങളും അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിൻ്റെ വിരലുകൾ മാത്രം ചലിക്കുന്നൊരു കാലത്ത് ആ വിരൽ ഉപയോഗിച്ച് അദ്ദേഹം എന്തായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. ആ വിരൽ ഉപയോഗിച്ചിട്ടുള്ള അയാളുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നീട് അത് നഷ്ടപ്പെട്ട് മുഖത്തിൻ്റെ ചീക്ക് മസിൽസ് വെച്ചിട്ട് അദ്ദേഹം കുറേ കാലം ഇത് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു. പുസ്തകം എഴുതാനും അദ്ദേഹം പുസ്തകം എഴുതിയതൊക്കെ ഈ അവസ്ഥയിലാണ്. പിന്നീട് അത് മറ്റ് മസിലുകളെ, മുഖത്തിൻ്റെ മസിലുകളെ നഷ്ടപ്പെട്ടതിന് ശേഷം അയാൾ കണ്ണുകളുടെ മൂവ്മെൻറ്റ് വെച്ചിട്ടും ഇത് ചെയ്തിരുന്നു. അന്ന് ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് കണ്ടുപിടിച്ചിട്ടില്ല. ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് ആദ്യമായിട്ട് പരീക്ഷിക്കപ്പെട്ട 3 രോഗികളിൽ ഒരാൾ കഴുത്തിൻ്റെ ഏറ്റവും മേലത്തെ നട്ടെല്ലിന് പരിക്കേറ്റ് ശരീരം താഴോട്ട് മുഴുവനായിട്ട് തളർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൈയും കാലും അനക്കാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹത്തിന് എന്തുണ്ട്, ബ്രെയിൻ ആക്റ്റീവാണ്, സംസാരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇവിടെയൊക്കെ വീക്ക് ആയതുകൊണ്ട് തൊണ്ടയുടെ ബലം പോയിട്ടുണ്ട്, നാവിൻ്റെ ബലം പോയിട്ടുണ്ട്, സംസാര ഔട്ട്പുട്ട് ഒരിക്കലും വരില്ല. പക്ഷെ അദ്ദേഹത്തിന് നല്ല കൂർമ്മമായ ബുദ്ധി ഉള്ളതുകൊണ്ട് അതുപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിസ്കഷനിലാണ് ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ്. ഇതിൽ ചെയ്ത അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ തലയോട്ടി സർജറി ചെയ്ത് തലച്ചോറിൽ ചില ചിപ്പുകൾ ഘടിപ്പിക്കുകയായിരുന്നു. ബ്രെയിനിന് വരുന്ന ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻസിനെ ഈ ചിപ്പ് പുറത്തേക്കെടുത്ത് അതൊരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ അദ്ദേഹത്തിന് അയാളുടെ ചിന്ത കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ മൗസിനെ അയാൾക്ക് സ്വന്തം ഹൃദയത്തിൽ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും കമ്പ്യൂട്ടർ മൗസ് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് അദ്ദേഹത്തിന് എന്താവും അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും, വോയിസ് അതിലുണ്ടാക്കാൻ പറ്റും. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം വോയിസ് ആയിട്ട് പുറത്തു വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ സൗണ്ട്, അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്ന കാലത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ട സൗണ്ട് ഈ AI സംവിധാനം ഉപയോഗിച്ചിട്ട് ഈ പുതിയ ഭാഷയിലേക്ക്, അദ്ദേഹം എഴുതുന്ന ഭാഷയിലേക്ക് മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹത്തിൻ്റെ തന്നെ സ്വരത്തിൽ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നിലവിലുള്ള ഒരു ഇപ്പോൾ അവസ്ഥ. അപ്പോൾ 2-3-ാമത്തെ പേഷ്യൻറ്റിൽ ഇത് പരീക്ഷിച്ചു. 3-ാമത്തെ പേഷ്യൻ്റ് ALS, അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലറോസിസ് എന്ന് പറഞ്ഞ അസുഖമാണ്. ഇത് സ്റ്റീഫൻ ഹോക്കിങ്ങിനൊക്കെ വന്ന പോലത്തെ അസുഖമാണ്. രോഗി പൂർണ്ണമായി ചലനമറ്റ അവസ്ഥയിലാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഇൻടാക്റ്റ് ആണ്. ബ്രെയിനിന് കുഴപ്പങ്ങളൊന്നുമില്ല, ബാക്കിയെല്ലാം നിശ്ചലമാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മുടെ പഴയ കാലത്താണെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് മരിച്ചില്ല എന്നുള്ള ഡിസ്കഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നതല്ല, അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ചിന്ത പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ട്. ഈ ചിപ്പുകൾ ത്രൂ അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമുക്ക് ബ്രെയിൻ ടു ബ്രെയിൻ നെറ്റ്വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ബ്രെയിൻ ടു ബ്രെയിൻ ഡയറക്റ്റ് ബ്രെയിനിൽ നിന്ന് വേറൊരു ബ്രെയിനിലേക്കുള്ള കണക്ഷൻ അല്ല, ബ്രെയിനിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു ബ്രെയിനിലേക്ക്. അപ്പോൾ 2 പേര് തമ്മിലുള്ള സംവേദനങ്ങൾ, സംസാരങ്ങൾ, ചർച്ചകൾ, ഡിബേറ്റുകളൊക്കെ ബ്രെയിൻ ടു ബ്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന കാര്യം ജായിസാണോ അല്ലേ, അപ്പോൾ അവിടെ തളർന്നു കിടക്കുന്ന വേറൊരു ഉസ്താദ് തലച്ചോറിൽ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ റിപ്ലൈയും തരുന്നു.
ആ ഡിസ്കഷൻ ഓൺഗോയിങ് ആയിരിക്കും, നടുക്കൊരു ബ്രെയിൻ ഉണ്ടായിരിക്കും. ബ്രെയിൻ ടു ബ്രെയിൻ ഇൻ്റർഫേസുകൾ പുതിയതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യകാല പഠനങ്ങൾ, സ്റ്റഡികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പേഷ്യൻസിനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ പലതും തളർന്നു കിടക്കുന്ന രോഗികളിലാണ് ഈ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. ഇത് നമുക്ക് ഈ വിഷയം എന്താ വെച്ചാൽ നമുക്ക് ചിലതൊക്കെ ഫിക്ഷനായിട്ട് തോന്നും. പലതും ഫിക്ഷനുകളായി നമ്മൾ വായിച്ച കഥകളിലൊക്കെ പണ്ടുണ്ടാവും. ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ വരാൻ പോകുന്ന സംഗതികളൊക്കെ പലപ്പോഴും നോവലുകളിലൊക്കെ മുമ്പേ വരാറുണ്ട്. ഇത് യാഥാർത്ഥ്യമായി തുടങ്ങിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 3 രോഗികളിൽ വിജയകരമായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി രോഗികൾ പുതിയതായിട്ട് എൻറോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയുള്ള ലോകത്ത് മനുഷ്യൻ തളർന്നു എന്നുള്ളത് കൊണ്ടോ തലച്ചോറല്ലാത്ത ഏത് അവയവത്തിനും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമതയെ മെഷീനുകൾ ഉപയോഗിച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ കാഴ്ച, കേൾവി ഈ 2 കാര്യത്തിലും ഇതേ അവസ്ഥ വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ കിട്ടുന്ന സ്റ്റിമുലസ്, വെളിച്ചത്തിൻ്റെ സ്റ്റിമുലസ് കണ്ണിലേക്ക് വന്നിട്ട് തലച്ചോറിൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് തിരിച്ച് കണ്ണിലേക്ക് തന്നെ ഞരമ്പുകളിലൂടെ ഈ സന്ദേശം വരുമ്പോഴാണ് നമ്മൾ കാണുന്ന സംഗതിയെ മനസ്സിലാക്കുന്നത്. ഈ മനസ്സിലാക്കലും കാണലും ബ്രെയിന് പ്രോസസ്സ് ചെയ്യുക എന്നുള്ള സംഗതികൾ മാത്രം നടന്നുകൊണ്ട് ബാക്കി കമ്പ്യൂട്ടറുകൾ ചെയ്യുന്നൊരു കാലം വരാനുണ്ട്. ആ സംഗതിയിലും റിസർച്ചുകൾ നടക്കുന്നുണ്ട്. സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുറത്തേക്ക് വരാൻ സമയമെടുക്കുന്നു മാത്രമേ ഉള്ളൂ. കേൾവി അങ്ങനെ വരാം. ചെവി തീരെ കേൾവി ഇല്ലാത്ത ആൾക്കാർക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ച് കേൾക്കുന്ന കാലമാണിത്. അപ്പോൾ പലപ്പോഴും അതിനൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ചെവിയുടെ ഞരമ്പുകൾ ഇൻടാക്റ്റ് ആണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കേട്ട കാര്യങ്ങളെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവും എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെവി ജന്മനാ ഇല്ല, അല്ലെങ്കിൽ അസുഖ കാരണം 2 ചെവി നഷ്ടപ്പെട്ടു, കേൾക്കാനൊരു വഴിയുമില്ല, പക്ഷെ നിങ്ങളുടെ ബ്രെയിനിൽ കേൾവിയുടെ ഭാഗങ്ങൾ ഇൻടാക്റ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു കൃത്രിമ ചെവി കമ്പ്യൂട്ടർ രൂപത്തിൽ വരികയും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. ഇതൊന്നും അതിവിദൂരല്ല, വളരെ അടുത്തേക്ക് എത്തി തുടങ്ങിയിട്ടുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ വരാൻ പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ വിചാരിച്ചു, ഒരാൾ ഇങ്ങനെ കിടപ്പിലായി കിടക്കുന്ന ഒരാൾ മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകുന്ന അവസ്ഥയിൽ അദ്ദേഹം അബോധാവസ്ഥയിലാണ്. അബോധാവസ്ഥയിൽ ഒരാളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് പുറത്തിരിക്കുന്ന ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടായിരിക്കണം. പക്ഷെ അത് അയാളുടെ ബ്രെയിനിൽ മാത്രം ഇങ്ങനെ വേവുകളായിട്ട് നിൽക്കുന്നുണ്ട്, അതൊരിക്കലും പുറത്തേക്ക് വരാത്ത അവസ്ഥയിൽ നിൽക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ചിലതെല്ലാം നമുക്ക് റീഡ് ചെയ്യാൻ ഇങ്ങനത്തെ ഇൻ്റർഫേസുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം. നമ്മൾ വരാൻ പോകുന്ന ടെക്നോളജിയുടെ രത്നച്ചുരുക്കം ഇതാണ്. നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മുടെ തലച്ചോറുമായിട്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യും. നമ്മുടെ തലച്ചോറുകൾ പരസ്പരം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയും, പരസ്പരം കണക്ട് ചെയ്യുന്ന ചില നെറ്റ്വർക്കുകളായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കാല് വെക്കാൻ പോവുകയാണ്. ഇതുണ്ടാക്കുന്ന കുറേ നൈതിക പ്രശ്നങ്ങളുണ്ട്, കുറേ കർമ്മശാസ്ത്ര പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ചർച്ചയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ സാബിർ സഖാഫി എൻ്റെ ഒരു ആമുഖം. ഇവിടെ ന്യൂറോ ഫിഖ് എന്ന ടേമിൽ ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട പാർട്ടാണ് ഡോക്ടർ പറഞ്ഞത്. ഫിഖ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഫിഖിൻ്റെ സ്വഭാവം നമുക്കറിയാം. ഫിഖ് എപ്പോഴും ഡൈനാമിക്കാണ്. ന്യൂറോ സയൻസിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റുകളൊക്കെയും അതിനെ നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് ഏതൊക്കെ രൂപത്തിലാണ് മാറ്റങ്ങൾ വരുത്തുന്നത്, അതിനനുസരിച്ച് കൊണ്ട് കർമ്മശാസ്ത്രത്തിൽ നമ്മൾ ഏതൊക്കെ രൂപത്തിൽ അതിനെ സമീപിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായി നമ്മുടെ ഫിഖ് നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പഠനങ്ങൾ, എത്ര മേഖലകളിൽ റിസർച്ചുകൾ പുരോഗമിക്കുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മശാസ്ത്രം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന വിധം സമ്പൂർണ്ണമാണ്. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഈ ന്യൂറോ സയൻസിലുണ്ടാകുന്ന വികസനങ്ങൾ, ആ വികസനങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ അതേപോലെ ചിന്തകളിൽ വരുന്ന മാറ്റങ്ങളെ കർമ്മശാസ്ത്രപരമായി എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസുകൾ വരുന്ന സമയത്ത് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഒരാൾ എന്താണോ ആലോചിക്കുന്നത്, പറയാൻ വിചാരിക്കുന്നത്, അതിനെ പുറത്തൊരു ഡിവൈസ് വെച്ചുകൊണ്ട് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ ആ കമ്മ്യൂണിക്കേഷന് എത്രത്തോളം കർമ്മശാസ്ത്രത്തിൽ സാധുതയുണ്ട്, ഏതൊക്കെ വിഷയത്തിൽ സാധുതയുണ്ടാകും, അതിനെ സാധൂകരിക്കാൻ വേണ്ടി പുതുതായി എന്തെങ്കിലും അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ടോ, ഒരു ഇഖ്റാർ ആവശ്യമുണ്ടോ, ഇഖ്റാർ ആവശ്യമാണെങ്കിൽ
ആ സ്ഥിരീകരണം ഏത് രൂപത്തിലായിരിക്കണം? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഈ BCIയിൽ മാത്രം നമുക്ക് ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട് ഉത്ഭവിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് സംസാരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഡോക്ടർ ഷിഹാബ്, അതുപോലെ ഡോക്ടർ സാബിർ സഖാഫി, ഇവരുടെ വിശദീകരണങ്ങൾ നിങ്ങൾ കേട്ടു. ഫിഖ്ഹ്, കർമ്മശാസ്ത്രം എന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസം അംഗീകരിക്കുന്ന മുസ്ലിങ്ങളുടെ കർമ്മപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള വിജ്ഞാന ശാഖയാണ്. അപ്പോൾ ആ വിജ്ഞാന ശാഖയിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുതിയ സംഭവ വികാസങ്ങളും ഫിഖ്ഹിൻ്റെ ദൃഷ്ടിയിലൂടെ കാണാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ട BCI, ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്നത് തികച്ചും പുതിയ ഒരു ശാസ്ത്ര ശാഖയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇതുപോലത്തെ ഒരു വേദിയിലിരുന്ന് ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് നേരത്തെ പഠിച്ചതിൻ്റെ ഓർമ്മ വെച്ച് അങ്ങോട്ട് നിയമം പാസ്സാക്കി പ്രഖ്യാപിച്ച് പോകാൻ പാടില്ല എന്നാണ് അതിൻ്റെ അടിസ്ഥാന നിയമം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന നിയമങ്ങളും ഖവായിദ് ഫിഖ്ഹിയും ഫിഖ്ഹിൻ്റെ നുസൂസും എല്ലാം വെച്ചുകൊണ്ട് വളരെ ആഴമേറിയ ചർച്ചകളിലൂടെ ചില ധാരണകളിൽ എത്താനാണ് പ്രഥമഘട്ടത്തിൽ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള ഫിഖ്ഹ് കൗൺസിലിൻ്റെ ഒരു ധാരണ, പുതിയ വിഷയങ്ങൾ വരുമ്പോൾ അത് കൗൺസിൽ മെമ്പർമാർ ചർച്ച ചെയ്ത് ധാരണയാക്കിയിട്ടേ അത് പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്നും ധാരണയുണ്ട്. ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരം ചർച്ചകൾ ശ്ലാഘനീയമാണ്, പ്രോത്സാഹജനകമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രെയിൻ എന്നാണല്ലോ തുടങ്ങുന്നത്, തലച്ചോറിനൊരു തല വേണം. അപ്പോൾ ഈ തല എന്ന അവയവം ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഫിഖ്ഹിലും അതറിയാം. ഫിഖ്ഹിലും അറിയാമെന്ന് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി എന്ന് പരിഗണിക്കണമെങ്കിൽ മിനിമം ഒരു തല വേണമെന്ന് ഫിഖ്ഹിൽ വ്യക്തമായ ഇബാറത്ത് തന്നെയുണ്ട്. ആ ചർച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇരട്ടകൾ, ഒട്ടിപ്പിടിച്ച ഇരട്ടകൾ, കൺജോയിൻഡ് ട്വിൻസ്. അപ്പോൾ അത് 2 തലയും 4 കൈയും 4 കാലും, ആന്തരിക അവയവങ്ങൾ ചിലപ്പോൾ വേറെ ഉണ്ടാകാം, ചിലപ്പോൾ വേറെ ഇല്ല. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചവർ 2ആയിട്ടാണോ 1ആയിട്ടാണോ പരിഗണിക്കേണ്ടത്? ഒരു വ്യക്തി തന്നെയാണത്. അവയവങ്ങൾ ഇരട്ടയായ കൂട്ടത്തിൽ തലയും ഇരട്ടയായിപ്പോയി എന്നേ ഉള്ളൂ. അങ്ങനെയും ആവാമല്ലോ. അപ്പോൾ അതെവിടെ നിയന്ത്രിക്കും, അല്ലെങ്കിൽ എങ്ങനെ തീരുമാനിക്കുമെന്ന ചർച്ച അവതരിപ്പിച്ചപ്പോൾ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി തുഹ്ഫയിൽ പറഞ്ഞു, 2 വ്യക്തിയായി പരിഗണിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി 2 തല ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള അവയവങ്ങളൊന്നും 2 പൂർണ്ണമായിട്ടില്ലെങ്കിലും തർക്കമില്ല. 2ആൾക്ക് 4 കൈ വേണം, ആകെ 3 കൈയേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ആന്തരിക അവയവങ്ങൾ 2ആൾക്ക് 2 ഹൃദയം വേണം, ഇവിടെ 1 ഹൃദയമേ ഉള്ളൂ, കുഴപ്പമില്ല. പക്ഷെ 2 ആളാവണമെങ്കിൽ മിനിമം 2 തല വേണം. ആ തല ഉള്ളതിന് പുറമെ അടുത്ത ടെസ്റ്റ് ഡോസ് എന്താ? 2 തലയിലും 2 ജീവനാണോ വർക്ക് ചെയ്യുന്നതല്ല 1 ജീവനാണോ? ചിലപ്പോൾ 1 ജീവനായിരിക്കും, 1 തല എക്സ്ട്രാ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വളരെ ലളിതമായൊരു ടെസ്റ്റ് ഡോസ് തുഹ്ഫയിൽ പറഞ്ഞത്, 2 ആൾക്കും 2 ജീവനുണ്ടെങ്കിൽ പ്രവർത്തനം വേറെ വേറെ ആയിരിക്കും. കഅന്നാമ വാഹിദുൻ ദൂനൽ ആഖരി. 1 തല ഉറങ്ങുമ്പോൾ മറ്റേ തല ചിരിക്കുന്നു.
അപ്പം മനസ്സിലായി അതിലുള്ള ജീവനല്ല ഇതിലുള്ളത്, രണ്ടും രണ്ടാണ്. അപ്പം രണ്ട് വ്യക്തിയായി. അപ്പം രണ്ട് തലയും ആ രണ്ട് തലയിലും രണ്ട് ജീവൻ വർക്ക് ചെയ്യുന്നു എന്നും വ്യക്തമായാൽ അവിടെ രണ്ട് വ്യക്തിയാണ്. അപ്പോൾ രണ്ട് വ്യക്തിയുടെ പരിഗണന കിട്ടും. ഇതിന് വിരുദ്ധമായി തല രണ്ടുണ്ട്, പക്ഷെ രണ്ടിന് വർക്ക് ഒരുപോലെയാണ്. ഇതാ നാമ മഅൻ ഒയ്താ ലഹിക്ക മഅൻ. ഉറങ്ങുമ്പോൾ ഒരുമിച്ച് ഉറങ്ങും, ചിരിക്കുമ്പോൾ ഒരുമിച്ച് ചിരിക്കും. അപ്പം മനസ്സിലായത് എന്താണ്? അത് രണ്ട് സൗണ്ട് ബോക്സാണ്, ഒരു ജീവനേ ഉള്ളൂ. അപ്പോൾ ഒന്ന് എക്സ്ട്രയാണ് എന്നാണ് അപ്പോൾ വന്നത്. അപ്പോൾ രണ്ട് തല ഉണ്ടാകണമെന്ന പ്രസ്താവനയാണ് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. മിനിമം രണ്ട് തല വേണം, എന്നാൽ രണ്ടാവളേ ഉള്ളൂ. നമ്മളതിനെ ഒന്ന് ചുരുക്കിയെടുത്താൽ ഒരു വ്യക്തി എന്നതിൻ്റെ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ തലയാണ്. ഇത് ഫിഖ് അംഗീകരിച്ചൊരു വസ്തുതയാണ്. അപ്പം ആ തലയിലുള്ള തലച്ചോറ്, അതിൻ്റെ പ്രവർത്തനമാണല്ലോ പ്രധാനം. അപ്പോൾ അതിൻ്റെ പല പ്രവർത്തനങ്ങളും ബയോളജി പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുക, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനം. അപ്പം ആ സ്ഥലത്ത് ഒരു വർക്ക് ചെയ്യാൻ തീരുമാനിക്കുക എന്നത് ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായി കാണുന്നു. വളരെ പ്രസിദ്ധമായ ഹദീസിൽ നിങ്ങൾക്കറിയാം, മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ കുതിബത് ലഹു ഹസന. ഒരാളൊരു നല്ല കാര്യം ചെയ്യാൻ കരുതി ചെയ്തില്ല, എന്നാൽ തന്നെ ഒരു നന്മ അവന് എഴുതപ്പെടും. മൻ ഹമ്മ ബിഹസനത്തിൻ ഫഅമിലഹ, നല്ലൊരു കാര്യം ചെയ്യാൻ കരുതുകയും പിന്നെ ചെയ്യുകയും ചെയ്താൽ അതിന് 10 ഹസനത്ത് എഴുതപ്പെടും, 700 ഇരട്ടി വരെ. മൻ ഹമ്മ ബി സയ്യിഅത്തിൻ, ഒരാളൊരു ചീത്തകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, പിന്നെ വേണ്ടാന്ന് വെച്ചു, എന്നാ കുതിബത്ത് ലഹു ഹസന, അതൊരു നന്മയായി കരുതും. കാരണം ആ തിന്മ വേണ്ടാന്ന് വെച്ചല്ലോ. ഒരു തിന്മ കരുതുകയും പിന്നീട് അത് ചെയ്യുകയും ചെയ്താൽ കുതിബത്ത് ലഹു സയ്യിഅ, അത് ഒരു തിന്മയായിട്ട് എഴുതുള്ളൂ. അപ്പോൾ നന്മയാണെങ്കിൽ 10 ഇരട്ടിയും 100 ഇരട്ടിയും 700 ഇരട്ടിയും ഒക്കെ കിട്ടും. തിന്മയാണെങ്കിൽ അതിന് ആ പ്രഥമ ചിന്ത മാത്രം കരുതി പിന്നെ ഒഴിവാക്കിയാൽ തെറ്റില്ല, അതേ സമയത്ത് ചെയ്താൽ ഒരു തെറ്റ്. ഇപ്പോൾ ഇവിടെ ഹമ്മ എന്നാണ് പറഞ്ഞത്. ഈ ഹമ്മ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഫുഖഹാ തന്നെ തലച്ചോറിൻ്റെ ചിന്താ പ്രക്രിയയെ, ആ പ്രോസസ്സിനെ 5 വിശദീകരിച്ചിട്ടുണ്ട്. 5 തലങ്ങളിലൂടെയാണ് അത് പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രഥമ തലത്തെ ഹാജിസ് എന്ന് പറയും. ബിൽ ഹായി ഒൽ ജീമി ഒസീനി, ഹാജിസ്. പ്രത്യക്ഷ ഏറ്റവും പ്രഥമമായി തലയിൽ വരുന്ന ഒരു ചിന്ത, ഒരു കാറ്റ് പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പോകുന്ന ഒരു ചിന്ത, ഒരു തോന്നൽ, അതാണ് ഹജസ. അതിന് തെറ്റില്ല എന്നാണ്. രണ്ടാമത് അല്പം കൂടി വിശദമായി വരുമ്പോൾ ഖാത്തിർ എന്ന് പറയും. ഖാത്തിർ അതിൻ്റെ രണ്ടാമത്തെ തലമാണ്. അപ്പോൾ ആ ഖാത്തിർ ഉണ്ടായാലോ, ഇതാ ഖത്തറ എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും എന്ന രീതിയിലേക്കാണ് അത് വന്നത്. അപ്പം അത് വീണ്ടും തുടർച്ചയായി ആവർത്തിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ മൂന്നാമത്തെ തലത്തിലേക്ക് എത്തുന്നു. മൂന്നാമത്തതിന് പറഞ്ഞിട്ടുള്ളത് ഹദീസുൻ നഫ്സ്, ഹദ്ദസ ബി നഫ്സിഹി, അവൻ്റെ സ്വയം തീരുമാനിക്കുക, സംസാരിക്കുക, ഹദീസുൻ നഫ്സ്. അപ്പം ഹാജിസ്, ഖാത്തിർ, ഹദീസുൻ നഫ്സ്, ഈ മൂന്നെണ്ണത്തിനും തെറ്റിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ അതിന് ഹിസാബോ ശിക്ഷയോ ഇല്ല. നാലാമത്തെ തലമായ ഏതാണ്ടൊരു വിഷയം ചെയ്യാൻ ഉദ്ദേശിക്കലാണ് ഹമ്മ്. ഹമ്മ് ചെയ്തിട്ട് പിന്നെ അത് ചെയ്യാനും തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഹമ്മ് ചെയ്ത സാധനം പിന്നെ വേണ്ടാന്ന് വെച്ചാൽ അതൊക്കെ പ്രത്യേകം പരിഗണിക്കപ്പെടുന്നുള്ളൂ. ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്ന 5ാമത്തെ സ്റ്റേജ് അസ്മ് എന്നതാണ്. അപ്പോൾ ഹമ്മിൽ നിന്ന് അസ്മിലേക്ക് എത്തുമ്പോഴാണ് സംഭവം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നത്. തീർച്ചയായും ഈ ഒരു ക്രിട്ടേറിയ, ഇങ്ങനൊരു 5 സ്റ്റേജ് ഉണ്ട് എന്നത് നമ്മൾ പുതിയ ചർച്ചയിൽ വളരെ സഹായകമാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു വ്യക്തി അത് ചിന്തിച്ചിങ്ങനെ വന്ന് തീരുമാനത്തിലൊക്കെ എടുക്കുന്ന ആ ഭാഗമാണല്ലോ പിന്നീട് പുറത്തേക്ക് ഇൻ്റർഫേസിലൂടെ കൈമാറാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പ്രാഥമിക തത്വം ഫിഖ് വളരെ പോസിറ്റീവായിട്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളത് എന്നാണ് ആമുഖമായി പറയാനുള്ളത്. ഇനി അത് ഒരാൾക്ക്
അവൻ്റെ അവയവമാണ് ഇപ്പോൾ ചലിപ്പിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ സാറ് പറഞ്ഞ വ്യത്യസ്ത സ്ക്ലീറോസിസ് പോലുള്ള, അല്ലെങ്കിൽ അവൻ്റെ തീരെ എന്താണ് പാൾസി അല്ലേ, എന്ത് പാൾസിയാ, സെറിബ്രൽ തലൻ്റെ പാൾസി, ഒന്നും പറ്റൂല, അനങ്ങാതിരിക്കും. മോട്ടോ ന്യൂറോൺ കൈകാര്യം ചെയ്യുന്ന അനങ്ങുന്ന മസിൽ പേശികളൊന്നും അനങ്ങുന്നില്ല. ആകപ്പാടെ അവനിൽ ആക്റ്റീവായിട്ടുള്ളത് തലയാണ്. അപ്പോൾ തലയിൽ ചിന്തിച്ചു, ഈ 3-ാം മർത്തബയുള്ള 4 ഹമ്മിലേക്ക് എത്തി, അതവന് പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ല, കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ പുതിയ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് ഇടപെടുന്നത്. അപ്പോൾ അതിലൂടെ ചെയ്താൽ, അതിലൂടെ പറഞ്ഞാൽ, അതിലൂടെ ഇടപെട്ടാൽ, അതിലൂടെ ഒരു ക്രൈം ചെയ്താൽ, ഇതൊക്കെ ഫിഖിഹിൻ്റെ വീക്ഷണത്തിൽ എങ്ങനെ വരും എന്നതാണ് നമ്മുടെ ചർച്ചയുടെ തുടർന്ന് പോക്ക് എന്ന് തോന്നുന്നു. ഞാൻ പ്രാഥമികമായി അത്ര പറഞ്ഞു. ഒരു 2-3 ഘട്ടങ്ങളിൽ കൂടി നമ്മുടെ ചർച്ച പോകാനുണ്ടാവും. അത് പറഞ്ഞതൊരു ഏകദേശ രൂപം, നമ്മൾ ഒരു പൊതുതത്വമാണ് പറഞ്ഞത്. നമുക്കിനി ഓരോ ഏരിയയിലൂടെ അങ്ങനെ മെല്ലെ കടന്നു പോകാൻ തോന്നുന്നു. ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം. ഞാൻ എൻ്റെ പ്രാക്ടീസിലൊരവസ്ഥയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു രോഗി വെന്റിലേറ്ററിലാണ്, ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല, കൈകാലുകൾ തളർന്നു പോയൊരസുഖം. ഇപ്പം ഇതുപോലെ നേരത്തെ ഉസ്താദ് പറഞ്ഞ ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസ് അങ്ങനത്തെ ഒരു അസുഖമാണ്. ഒരിക്കലും അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് ബലം തിരിച്ച് കിട്ടിയിട്ട് വെന്റിലേറ്റർ ഊരിയിട്ട് സംസാരിക്കാൻ വരലുണ്ടാവില്ല. പ്രോഗ്രസീവ് അസുഖമാണ്. ഈ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റീഫൻ ഹോക്കിങ്ങിന് വന്ന അസുഖം എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെ കാലം ചെല്ലുന്തോളം ഓരോ മസിലും വീക്കായി വരികയാണ്. അതിനൊരു പ്രത്യേക കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യുന്ന ചികിത്സ വന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ വെന്റിലേറ്റർ ചെയ്ത അയാൾ വെന്റിലേറ്റർ കൊണ്ട് ശ്വാസം എടുത്തുകൊണ്ടിരിക്കും, ട്യൂബിലൂടെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും, ട്യൂബോട് കടിച്ചുകൊണ്ടിരിക്കും. ബ്രെയിൻ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് സംസാരിക്കണം എന്നുണ്ട്. അപ്പോൾ അയാളുടെ ആയുസ്സിനെ കുറിച്ച് ബന്ധുക്കൾക്ക് ആശങ്കയുണ്ട്. അപ്പോൾ ചില വസിയത്തുകൾ മൂപ്പരുടെ നിന്ന് ആവശ്യപ്പെടണം. ഇപ്പോൾ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിൻ്റെ ചിപ്പുകൾ അയാളിലേക്ക് ഘടിപ്പിച്ചു. ഉള്ളിലേക്കുള്ള ചിപ്പും പുറത്തേക്കുള്ള ചിപ്പുണ്ട്. ഇപ്പോൾ തൽക്കാലം പുറത്തൊരു ചിപ്പ് ഘടിപ്പിച്ചിട്ട് അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് കോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ അയാൾ പറയുന്ന കാര്യങ്ങൾ, ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ കിട്ടി, അത് വസിയത്തായിട്ട് കണക്കാക്കിയിട്ട് അയാളെ നമ്മുടെ മക്കൾക്ക് അത് വെച്ചിട്ട് പിന്നെ സമ്പത്തിൻ്റെ ഒരു ഭാഗം സ്വതക്ക ചെയ്യണമെന്നോ അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അനുസരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് അനുസരിക്കാതിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമ്പോഴാണ് ചോദ്യം വരിക. എല്ലാവരും അനുസരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് അയാൾ ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അത് ജസ്റ്റ് എന്തോ എറർ മെസ്സേജാന്നൊക്കെ ഒരാൾ പറയാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണല്ലോ. അതെങ്ങനെ നമ്മൾ പരിഹരിക്കും എന്നുള്ളതാണ് ഇതിലെ ചോദ്യം. ഫിഖ്ഹിൽ ഈ വസിയത്തിൻ്റെ സാധുത, ഇതെങ്ങനെ അയാളുടെ സംസാരമാണെന്ന് അയാൾക്ക് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്, ഇല്ലാത്ത അവസ്ഥ വിചാരിക്കുക. അപ്പോൾ അയാളോട് നമ്മളിപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ഇത് ശരിയാണോ, നിങ്ങളെ ഉദ്ദേശിച്ചത് തന്നെയാണോ എന്ന് പറയുമ്പോഴേക്ക് എന്തെങ്കിലും രീതിയിലൊരു മെസ്സേജ് കൊണ്ട് യെസ് ഓർ നോ പറയാൻ പറ്റുന്നൊരു ഘട്ടം ഉണ്ടാവുക, ഇല്ലാത്ത ഘട്ടം ഉണ്ടാവുക. രണ്ടിനെ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ ചർച്ചയ്ക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കേസിൽ ഒന്ന്, ഈ BCIയുടെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ് ശരിക്കും നടക്കുന്നത്. സാധാരണ രീതിയിൽ ഒരാൾ ആലോചിക്കുകയും ആ ആലോചന എന്താണ് എന്ന് അറിയുകയും ചെയ്യുന്ന കുറേ കേസുകൾ കോഡ് ചെയ്തിട്ട് പിന്നീട് ഈ വരുന്ന ന്യൂറോൺ സിഗ്നൽസിനനുസരിച്ച് കൊണ്ട് അതിനെ കമ്പയർ ചെയ്ത് പുറത്തുവിടുന്നൊരു സിഗ്നൽ എന്നാണ് ഈ വോയിസിൻ്റെ ഒരു ബേസിക് വർക്കിംഗ്. ഏകദേശം എല്ലാത്തിൻ്റെയും വർക്കിംഗ് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉള്ളത് കൊണ്ട്, ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 31 ബോഗ്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ഒരു പഠനം, ആ പഠനത്തിൽ അവർ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ബ്രെയിൻ ടു വോയിസ് ന്യൂറോ പ്രോസ്തസിസ് റീസ്റ്റോഴ്സ് നാച്ചുറലിസ്റ്റിക് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ്. അതിലവർ പറയുന്നത് 1 സെക്കൻഡ് ഗ്യാപ്പിൽ അവർക്ക് ഇത്ര അക്യുറസിയിൽ അവർക്ക് വോയിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോഴും അക്യുറസി ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. സാധാരണ ഒരാൾ പറയുമ്പോൾ നമുക്ക് 100% അക്യുറസി ഉണ്ടാവും, അയാൾ ഇതാണ് പറയുന്നത്. BCIയിലേക്ക് വരുന്ന സമയത്ത് ഉപയോഗിച്ച ഫെസിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട്
ഇതാണോ പറയാൻ ഉദ്ദേശിച്ചത്, ഇതാണോ പറഞ്ഞത് എന്നതിൽ ഒരു ആക്യുറസി ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ രണ്ടാമത്തെ ഒരു ക്ലോസ് കൂടി വെച്ചു. അത് ആക്യുറേറ്റ് ആണ് എന്ന് അദ്ദേഹം ഇഖ്റാർ ചെയ്യുന്ന, അതും സംസാരമായാൽ പിന്നെയും അത് പ്രോബബിലിറ്റിയിലേക്ക് തന്നെ പോകും. അപ്പം അതല്ല, കൈകൊണ്ട് ആംഗ്യം കൊണ്ട് ഈ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹത്തിന് ഇഖ്റാർ ചെയ്യാൻ പറ്റുകയും കൂടി ചെയ്താൽ, അപ്പോൾ 2 കേസ് ഒരേ ചോദ്യത്തിൽ തന്നെ വരുന്നുണ്ട്. അതെ, നമ്മൾ ഈ പുതിയ സംവിധാനത്തെ പ്രായോഗിക തലത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ അവയവങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ ബ്രെയിൻ മാത്രം സജീവമായ ഒരാളെ പ്രായോഗിക ജീവിതത്തിൽ അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഈ പുതിയ ടെക്നോളജി വഴി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ചില ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഡോക്ടർ മുന്നോട്ട് വെച്ചത്. അപ്പം അത് നമുക്ക് പ്രായോഗിക തലത്തിലേക്ക് മാറ്റിയാൽ ഉള്ള ആ ചർച്ച തുടങ്ങുന്നിടത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സംസാരം. ഇപ്പം നമ്മൾ ബൈഅ്, വിൽപ്പന, നിക്കാഹ് തുടങ്ങിയ ഇടപാടുകൾ, ആ ഇടപാടുകളിൽ നാവ് കൊണ്ട് വാക്ക് പറയുന്ന ഈജാബ് കബൂൽ, ഇതാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ച. ബൈഇൻ്റെ ബാബാണെങ്കിൽ ഈജാബ് കബൂൽ, ബിഅ്തുക ഇഷ്തറയ്തു. അതല്ല നിക്കാഹൊക്കെ ആണെങ്കിൽ സവ്വജ്തുക ഖബിൽതു, ഇങ്ങനെ. അപ്പോൾ അവിടെ സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ, അവർക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പോൾ മിണ്ടാത്ത ആൾ എന്ത് ചെയ്യുക? അഹ്റസ്, നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റൂല. അപ്പം മൂകനായ ആളുകൾ എങ്ങനെ ഇത് ചെയ്യും? ഫിഖിൻ്റെ ഇബാറത്ത് വളരെ പ്രസിദ്ധമാണ്. വ ഇഷാറത്തുൽ അഹ്റസി കനുതുഖിൻ നാതിഖി. അഹ്റസ് ആയ ആൾ നൽകുന്ന ആംഗ്യം കനുതുഖിൻ നാതിഖി, സംസാരശേഷിയുള്ള ഒരാളുടെ സംസാരത്തിൻ്റെ അതേ ബലത്തിൽ എടുക്കും. അപ്പോൾ അവിടെ ഫുഖഹ ഒരു സംശയം, ഒരു എക്സ്റ്റൻഷൻ വെച്ചു. അതായത് ബൈഅ് പോലുള്ള ഇടപാടുകൾ നടത്തുന്നിടത്ത് നമ്മൾ പറയാറുണ്ട്, അതിന് അർത്ഥം വളരെ വ്യക്തമായി അറിയുന്ന സ്വരീഹായ സീഗ എന്ന് പറയും. ആ സ്വരീഹായ സീഗയുമുണ്ട്. അർത്ഥം സൂചനാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു രീതിയുണ്ട്. എന്താ പറയുക? സരീഹിൻ്റെ ഓപ്പോസിറ്റ് കിനായത്ത്. അപ്പോൾ കിനായത്ത് എന്നൊരു രീതിയും ഉണ്ട്. അപ്പോൾ കിനായത്ത് രീതി സൂചക പദങ്ങളാണ്. അപ്പോൾ വായ കൊണ്ട് പറയുമ്പോൾ ഞാൻ നിനക്ക് തന്നു, നീ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയുന്നത് വിറ്റു എന്നതിൻ്റെ സ്ഥാനത്ത് വരുമോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഫിഖിൻ്റെ വ്യക്തമായ നിർദ്ദേശം എന്താ? കിനായത്ത് എന്ന സൂചകാവാക്യമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ, ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് വരണം. അല്ലെങ്കിൽ ഇതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതായി പോകാമല്ലോ. അപ്പോൾ കിനായത്ത്, സ്വരീഹ് എന്ന് 2 രീതി സംസാരിക്കാൻ പറ്റുന്നവർക്ക് കഴിയും. അപ്പോൾ ഈ നാത്തിഖ് എന്ന അഹ്റസിൻ്റെ ഇഷാറത്തിൽ ഈ പറഞ്ഞ സ്വരീഹും കിനായത്തും ഉണ്ടോ എന്ന് ചോദ്യം. അപ്പോൾ അവിടെ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി തുഹ്ഫയിലൊക്കെ പറയാണ്, ആ ആംഗ്യത്തിലും വ്യക്തമായതും സൂചകവും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ വേർതിരിക്കും? ഇൻ ഫഹിമഹു, ആ ആംഗ്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അൽ ഫത്തിനു, ബുദ്ധിയുള്ളവർക്കും വഗൈറു, അല്ലാത്തവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ആംഗ്യമാണ് ഇദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ ഫഹുവ സ്വരീഹുൻ, അതാണ് സ്വരീഹായ സീഗ ആംഗ്യത്തിൽ. അതേസമയത്ത് ഇൻ ഫൈൻബഹുൽ ഫത്തിനു ഫഖത്ത്, ബുദ്ധിയുള്ളവർക്ക് അത് തിരിയുള്ളൂ, അല്ലാത്തവർക്ക് ഇതിപ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. എന്നാൽ പിന്നെ അത്തരം ആംഗ്യം കിനായത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ അത് ഉദ്ദേശം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാളുകൾ തമ്മിൽ ചൊടിച്ചു എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ചാൽ അത് എല്ലാവർക്കും അറിയാം. ഉറങ്ങാന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ചാൽ എല്ലാവർക്കും അറിയാം. ബാക്കി ടെലിവിഷനിൽ കാണുന്ന അതൊന്നും ആർക്കും തിരിയൊന്നുമില്ല അധികവും. അപ്പോൾ കുറേയൊക്കെ അത്തരം കിനായത്താണ്. ഇനി ഇവിടുന്ന് നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. സംസാരശേഷി ഇല്ലാത്തവർക്ക് ആംഗ്യം ഉപയോഗിച്ചു, തീർച്ചയായും അത് നല്ലൊരു നീക്കമാണ്. ഇവിടെ ആംഗ്യവുമില്ല. അങ്ങനെ ഇല്ലാത്തവരുടെ സംസാരത്തിൻ്റെ സ്ഥാനത്തേക്ക് ഈ BCI എന്ന ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിലൂടെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇദ്ദേഹം മനസ്സിൽ ചിന്തിക്കുന്നത് വാക്കുകളാക്കി മാറ്റി ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വോയിസിൽ റീപ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്തിട്ട്
വന്നാൽ ഫഖീഹിൻ്റെ മുമ്പിൽ അത് സ്വീകാര്യമാകുമോ? ഇപ്പോൾ സ്വീകാര്യമാകുമോ എന്ന് വെച്ചാൽ ബ്രെയിന് സജീവമാണെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ചിന്തിക്കാനുള്ള കഴിവുള്ള ഒരാൾക്ക് സാധാരണഗതിയിൽ സാധാരണ ഇഷാറത്തൊന്നും പറ്റൂല. അയാളെ 1-2 വിരൽ മാത്രമേ അനങ്ങുള്ളൂ. അപ്പോൾ അയാളെ പരിചരിക്കുന്ന ആളെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. 2 പൾസ് 1 പൾസ്. ഈ നിൽക്കുന്നതിൻ്റെ രീതി അനുസരിച്ച് അയാൾക്കത് പറഞ്ഞുതരാൻ പറ്റും. നിങ്ങൾ വേഗം പോയിക്കോ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കൂടി ഇവിടെ ഇരിക്കണം എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ സഖാവി സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ അക്യുറസി റേറ്റ് എത്രത്തോളം ഈ പറഞ്ഞത് തന്നെയാണ് അയാൾ പറയുന്നത് എന്ന കാര്യം വളരെ പ്രധാനമായിരിക്കും. അപ്പോൾ ടെക്നോളജി അറിയുന്ന ആധുനിക ഡോക്ടർമാർ നമ്മോട് പറയുകയാണ്, അദ്ദേഹം ചിന്തിച്ച നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ അക്ഷരങ്ങളായി പുറത്തു വന്നിട്ടുള്ളത്. അതിലെന്താ ഉള്ളത്? തൻ്റെ സ്വത്തിൻ്റെ 1/3 കവിയാത്ത സുലുസിൻ്റെ താഴെയുള്ള ഭാഗം വസിയത്തായി ഒരാൾക്ക് കൊടുക്കണം എന്നാണുള്ളത്. അപ്പോൾ ആ ഒരു വസിയത്തിനെ വസിയത്തായി എടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെത്രത്തോളം അതിന് അക്യുറസി റേറ്റ് കൊടുക്കുന്നു എന്നത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത്, നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ വസിയത്തൊന്നും ഇല്ലെങ്കിൽ ആർക്കാണ് കിട്ടേണ്ടത്? അനന്തരാവകാശികൾക്കാണ് കിട്ടേണ്ടത്. അപ്പോൾ അനന്തരാവകാശികൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ വാപ്പ ആ ഉദ്ദേശം തന്നെ ആയിരിക്കും. ആയിക്കോട്ടെ, നല്ലൊരു കാര്യമില്ലേ? അദ്ദേഹം പറഞ്ഞു മദ്രസക്ക് 10 സെൻറ്റ് സ്ഥലം കൊടുക്കണം എന്നാണ് പറഞ്ഞു. ഞങ്ങളാരും അതിനെതിരല്ല. അപ്പോൾ പിന്നെ അവരെതിരില്ലാത്ത സ്ഥിതിക്ക് നടപ്പാക്കാൻ എളുപ്പമുണ്ട്. കാരണം എളുപ്പമുണ്ടത് ഇദ്ദേഹം പറഞ്ഞ ഒറിജിനൽ വസിയത്താണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വസിയത്തായി നടപ്പാവും. അല്ല ഇവരെല്ലാം കൂടി സമ്മതിച്ചുകൊണ്ട് വസിയത്ത് അല്ലെങ്കിൽ പിന്നെ ഇവരുടേതാണ്. അപ്പോൾ ഇവരെല്ലാം സമ്മതിച്ചത് ഇവരുടെ സദഖയായിട്ട് പോകും. രണ്ടായാലും പ്രശ്നത്തിൽ വലിയ വിഷമമൊന്നുമില്ല എന്ന രീതിയിൽ നടപ്പാക്കാം ഇപ്പോൾ നിലവിൽ. കാരണം നമ്മൾ കാര്യങ്ങൾ ചർച്ച തീരുമാനിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ വസിയത്ത് എന്ന നിലക്ക് തന്നെ നടപ്പാക്കാൻ കഴിയുമോ എന്നത് ഒന്നുകൂടി ആലോചിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. സംസാരിക്കാൻ കഴിയാത്തവരുടെ ഇഷാറത്ത് നുത്തുക്കിൻ്റെ സ്ഥാനത്താണെന്ന് ഫിഖിൻ്റെ വ്യക്തമായ നസ്സുണ്ട്. അത് കഴിഞ്ഞുള്ള മറ്റ് വിഷയങ്ങൾ, എന്തുകൊണ്ട് ഈ ചിന്ത എന്ന് പറയുന്നതിൻ്റെ പ്രോസസ്സിലെ 5 സ്റ്റേജ് നമ്മൾ പറഞ്ഞു. അതിൽ 4ാമത്തെ ഹമ്മിൽ നിന്ന് അസ്മിലേക്ക് എത്തിയിട്ട് അത് നടപ്പാക്കാൻ തന്നെ ഇദ്ദേഹം ഉദ്ദേശിച്ചതാണ് എന്ന് വരണം. ഒരു കക്ഷിക്ക് ഇങ്ങനെ വാദിക്കാം, മൂപ്പര് നേരത്തെ ജീവിതകാലത്ത് തന്നെ അങ്ങനെയൊക്കെ പറയലുണ്ട്, നമ്മൾ അങ്ങനെ കൊടുത്താലോ ഇങ്ങനെ കൊടുത്താലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൊടുത്താലോ എന്ന് ചിന്ത മാത്രമേ എവിടെയും വന്നിട്ടുള്ളൂ, മൂപ്പര് കൊടുക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്നും ഒരു എതിരെ അഭിപ്രായം വരാം. അപ്പം അതുകൊണ്ട് തന്നെ അത് നുത്തുക്കിൻ്റെ സ്ഥാനത്ത് ഇഷാറത്തുണ്ട് എന്ന് ഫുഖഹാവ് പറഞ്ഞതുപോലെ അല്പം ഒരു സംശയമൊന്നുമില്ലാത്ത ഏതാണ്ട് അക്യുറസി റേറ്റ് പൂർണ്ണമാകുന്ന തരത്തിൽ ഇത് ഇദ്ദേഹം തന്നെ ഉദ്ദേശിച്ചാണ് വരികയാണെങ്കിൽ ആധുനിക കാലത്തെ ഒരു ഖാദി ഫഖീഹ് ആവശ്യം സ്വീകരിക്കാമോ എന്നതിലേക്കാണ് ആ ചർച്ച പോവുക. അനുബന്ധ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടി തീരുമാനിക്കേണ്ടതാണ്. ഇതിൽ ഈ ചോദ്യത്തിന് തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ടൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വ്യക്തി കൊടുക്കുന്ന വസിയത്താണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബ്രെയിൻ ടു ബ്രെയിൻ ഇൻ്റർഫേസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു 4-5 ആൾക്കാർ ഇതുപോലെ രോഗികളുടെ ഒരു നെറ്റ്വർക്ക്, സംസാരിക്കാൻ പറ്റാത്ത രോഗികളുടെ ഒരു നെറ്റ്വർക്ക്, ബ്രെയിൻ വാട്സപ്പ് ഗ്രൂപ്പ്. അതെ, ബ്രെയിൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിലൊരാൾ ആസന്നനായി അയാളെ വസിയത്ത് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അയാൾ മരിച്ചുപോയി. ഇനി അത് ഇഖ്റാർ ചെയ്യാനോ അല്ലെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണോ എന്ന് അയാളുടെ വെരിഫൈ ചെയ്യാനുള്ള സംവിധാനമില്ല. സാക്ഷികളുണ്ട്, അതും ഈ നെറ്റ്വർക്കിലെ സാക്ഷികളാണ്. അവർ സാക്ഷിത്വം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഉസ്താദേ. അങ്ങനെ എക്സ്റ്റൻഷൻ ചോദ്യങ്ങൾ എപ്പോഴും ഫിഖിൽ സ്വാഗതാർഹമാണ്. അങ്ങനെ ഒരാൾക്ക് ചോദിക്കാൻ കഴിയുന്ന മുഴുവൻ ചോദ്യങ്ങളും ചോദിക്കാമെന്ന രീതിയിൽ ഫുഖഹാകൾ മുത്താലിങ്ങളുടെ ചോദ്യത്തിന് വേണ്ടി സദസ്സിൽ ഇരുന്ന് കൊടുക്കാറൊക്കെ ഉണ്ട് പഴയ കാലത്ത്. പക്ഷെ അത് വിഷയം വരുമ്പോൾ ഇപ്പോൾ രണ്ടാമത് വന്ന ചോദ്യം, ആ അദ്ദേഹം ചിന്തിച്ച ഒരു വിഷയം പുറത്ത് പ്രാക്ടിക്കലായി നടപ്പാക്കുന്നത് സാധാരണ വ്യക്തികൾക്ക് ഇടയിലേക്ക് അത് പ്രചരിച്ചിട്ടില്ല. അദ്ദേഹം അംഗമായിട്ടുള്ളൊരു ഗ്രൂപ്പിലെ ഇതുപോലെ പല നിലക്കും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തവരുടെ ബ്രെയിൻ ആക്റ്റീവായവരുടെ ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇദ്ദേഹം ഇത് പറഞ്ഞ് കുറച്ചപ്പോൾ മരിച്ചും പോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്കറിയാമെന്ന് പറയുന്ന വേറെ ചില ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ അവർക്ക് സാക്ഷിയാക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം തന്നെ തീരുമാനിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക്
പിന്നെ അവരെ കൊണ്ട് വല്ലാതെ ഉപകാരമൊന്നുമില്ല. പക്ഷെ എന്തായാലും പോലും ആ വിഷയത്തെ നമ്മളൊരു ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നതിനേക്കാൾ 1-2 പേര് അനുകൂലമായി അതിനെ സാക്ഷ്യപ്പെടുത്താനുണ്ട് എന്ന് പറയുന്നത് മറ്റ് ഘടകങ്ങളൊക്കെ അനുകൂലമാകുന്ന സമയത്ത് ചിലപ്പോൾ അതിനൊരു പ്ലസ് പോയിന്റ് കിട്ടിയെന്ന് വരും. അതിൽ ഇൻ്റർഫേസിലുള്ള ആളുകൾ അങ്ങനെ ആവണമെന്നില്ല, അത് ഡോക്ടർമാരൊക്കെ ആകാലോ. അങ്ങനെയാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി മുകളിലേക്ക് വരില്ലേ? ഇൻ്റർഫേസിൽ ഒരാൾ ഇതുപോലെ സംസാരിക്കാൻ പറ്റാത്ത ആളാണ്, ബാക്കിയുള്ള ആളുകൾക്ക് ആ ഡോക്ടർമാരാണ്. അവിടെയുള്ള ഡോക്ടർമാരുടെ ബ്രെയിനിലേക്ക് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കണക്ട് ചെയ്തു. അതെ, അവർക്ക് വിഷയം പറയാനൊക്കെ കഴിയും, അവർക്ക് ഇവരുടെ വിഷയം മനസ്സിലാക്കാൻ കഴിയും. പറയാനോ അവർക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ അവർക്ക് ഇയാൾ മനസ്സിലാക്കിയത് വ്യക്തമായി വരുന്നുണ്ടെങ്കിൽ ആ തെളിവിൻ്റെ ശതമാനം ഒന്നുകൂടി കൂടും. പക്ഷെ ഒറിജിനൽ വിഷയം തീരുമാനിക്കപ്പെടാത്തതുകൊണ്ട് ഇതൊക്കെ അതിൻ്റെ താഴെ മാത്രമേ നിൽക്കുള്ളൂ. ഒരു ഹൈപ്പോത്തറ്റിക്കൽ കഥ. ഒരു കിടപ്പിലായ രോഗി സ്ട്രോക്ക് വന്ന് ലോക്ക്ഡ് ഇൻ സ്റ്റേറ്റിലാണ്. ലോക്ക്ഡ് ഇൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മസിലുകളും വീക്കായിട്ടുണ്ട്, സംസാരിക്കാൻ കഴിയില്ല, ആംഗ്യങ്ങളും കഴിയില്ല, പക്ഷെ ബോധം പൂർണ്ണമായിട്ടുണ്ട്, ബുദ്ധിയും പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലൊരാൾ. ഞാനൊരു എക്സാമ്പിൾ രാവിലെ പറഞ്ഞിരുന്നു. നമ്മൾ അഹമ്മദ് ദീദാത്ത്, ലോകപ്രശസ്തനായ ദായിയായിരുന്ന അഹമ്മദ് ദാത്തിൻ്റെ ഒരു അവസാന ഒരു 6-7 മാസം ഈ അവസ്ഥയിലാണ് അദ്ദേഹം കടന്നിരുന്നത്. അപ്പം ഇങ്ങനെ രോഗിയുടെ മകള് കല്യാണം നടക്കാൻ പോവാണ്. നിക്കാഹിന് ഇപ്പോൾ ഉപ്പ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ട ആളാണല്ലോ, അപ്പോൾ ഇവിടെ കിടപ്പിലായ ആൾ. അപ്പം ഇയാൾക്ക് കൈകൊണ്ടുള്ള ഇഷാറത്ത് കൊണ്ട് പോലും ഒരു സൂചന കൊടുക്കണം, ആരെ ഏൽപ്പിക്കണമെന്നോ വക്കാലത്ത് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ നിക്കാഹ് നടത്തണമെന്നുള്ള കഴിവില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വെച്ച് മൂപ്പർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൂപ്പരുടെ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വെച്ച് മൂപ്പരനെ വലിയ ആയാൽ മതിയോ, അല്ലെങ്കിൽ ആ ഇൻ്റർഫേസ് വെച്ച് മൂപ്പർ വക്കാലത്തിൻ്റെ സീഗ പറഞ്ഞാൽ മതിയോ? ഈ 2 ചോദ്യങ്ങളുണ്ട്. അതോ രണ്ടും ചെയ്യാതെ വേറെ ആൾ സ്വയം വലിയായിട്ട്, അതായത് അടുത്ത ശ്രേണിയിലുള്ള അടുത്ത ആൾ മകനോ മറ്റോ ആ വിലായത്ത് ഏറ്റെടുക്കണോ വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഫിഖ്ഹിൻ്റെ വളരെ നിഷ്കർഷമായ നിയമങ്ങളുള്ള മേഖലയാണ് നിക്കാഹ്, അതുപോലെ സാമ്പത്തിക വ്യവഹാരങ്ങൾ തുടങ്ങിയതൊക്കെ. അപ്പോൾ നമുക്കറിയുന്ന പോലെ നിക്കാഹിൻ്റെ വലിയും 2 സാക്ഷികളും വേണം. അപ്പോൾ ആ വലിയൻ്റെ ഷാഫി ഫിഖിൽ എടുക്കുകയാണെങ്കിൽ ആ വലിയൻ്റെ തർത്തീബ് 1 after 1 എന്നുള്ള തർത്തീബ് അതിൻ്റെ വളരെ നിഷ്കർഷമാണ്. വാപ്പയോ വല്യുപ്പയോ ഉണ്ടെങ്കിൽ അവരാണ് വലിയായി വരിക, അവരില്ലെങ്കിൽ സഹോദരനാണ് വലിയായി വരിക, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരാൾ ഉണ്ട്, പക്ഷെ ആ ആൾ സ്ഥലത്തില്ല. അപ്പോൾ സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ ഷാഫി ഫിഖിൻ്റെ മുഹത്തമനുസരിച്ച് അടുത്ത ആളിലേക്ക് പോകുന്നില്ല, പകരം ആ ഹുക്കുമ് ഖാദിയിലേക്കാണ് പോകുന്നത്. മറ്റാൾ ഉണ്ടല്ലോ, ഉണ്ടായിരിക്കുമ്പോൾ അത് മറ്റാളിലേക്ക് പോകില്ല, അയാൾ പുറത്താണെങ്കിലും. ഇനി അയാൾക്ക് ആ ഗായിബായ ദൂരമുള്ള ആൾക്ക് ഇവിടെ ഉള്ള ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കാം. അപ്പോൾ അയാൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഖാദി എന്ന് പറയുന്നത് പൊതുവലിയാണ്, ഓരോരുത്തരുടെയും ബന്ധുക്കൾ എന്ന് പറയുന്നത് ഖാസായ വലിയാണ്. അപ്പോൾ ഖാസായ വലിയനാണ് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് ഇയാൾ സ്ഥലത്തില്ലെങ്കിൽ പോലും അയാൾ ഇവിടെയുള്ള ഒരാളെ വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് സ്ഥാനം കിട്ടും, ഇല്ലെങ്കിൽ അത് ഖാദിയിലേക്ക് പോകും. എന്നാൽ മറ്റു ചില മദ്ഹബുകളുടെ വീക്ഷണം അനുസരിച്ച് ആൾ സ്ഥലത്തില്ലെങ്കിൽ തന്നെ നേരിട്ട് ഖാദിയിലേക്ക് പോകും. പിന്നെ ഒന്നും പറയേണ്ടതില്ല. അയാൾക്ക് പിന്നെ വസിയത്തുണ്ടോ അല്ലെങ്കിൽ വക്കാലത്ത് ഏൽപ്പിച്ചൊന്നും നോക്കേണ്ടതില്ല, നേരിട്ട് തന്നെ ഖാദിയിലേക്ക് പോകും. അതേപോലെ ഈ ഖുമാ ബോധക്ഷയം വന്നവർ, സംസാരശേഷിയില്ലാത്തവർ തുടങ്ങിയ ആളുകൾക്കൊക്കെ ജീവിച്ചിരിപ്പുള്ളപ്പോൾ അവരെ പരിഗണിച്ച് അവരെന്താ തീരുമാനിച്ചെന്ന് കഴിച്ചിട്ടേ അടുത്ത ആളിലേക്ക് പോകുള്ളൂ എന്ന ബേസാണ് നമ്മുടെ ഷാഫി ഫിഖിലുള്ളത്. അതേസമയത്ത് അവർക്ക് അങ്ങനെ ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത വന്നാൽ, കഴിവുകേട് വന്നാൽ പിന്നെ അയാൾ ഇല്ലാത്തതുപോലെയാണ് തൊട്ടടുത്ത ആളിലേക്ക് നീങ്ങും എന്ന് പറയുന്ന മദ്ഹബുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള ഒരു കൃത്യമായ ഫിഖ് നമ്മളിപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് കുറച്ച് തിരക്കായി പോകുന്ന എനിക്ക് തോന്നുന്നത്. മറിച്ച് നമുക്ക് അവിടെ പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷനോട് കൂടിയുള്ള ഒരു ഇടപെടൽ എന്ന് പറയണമെങ്കിൽ വാക്കാൽ പറയാൻ കഴിയാത്തപ്പം
നേരത്തെ പറഞ്ഞതുപോലെ ഇഷാറത്തിലൂടെ ഞാൻ നിക്കാഹ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇന്നാലെ ഏൽപ്പിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ ഖാദി കൈതോട്ടെ എന്ന് പറയാം. അപ്പോൾ ആ സ്ഥാനത്താണ് ഇപ്പോൾ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ആ ഇൻ്റർഫേസ് വരുമ്പോൾ അയാൾ ഏതായാലും അതിനില്ല. പക്ഷേ എൻ്റെ സ്ഥാനത്ത് ഒരാൾ എന്ന് പറയുമ്പോൾ ഏറ്റവും അവിടെ നല്ല രീതി എന്താ വെച്ചാൽ ഇയാളുടെ തൊട്ടടുത്ത് വരുന്ന രണ്ടാമത്തെ ആളെ തന്നെ ഇയാൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് വക്കാലത്താണെങ്കിലും അല്ലെങ്കിലും അയാൾക്ക് കിട്ടുന്ന ഒരവസ്ഥ വരും എന്നൊരു സൗകര്യം അവിടെ ഉണ്ട്. പലപ്പോഴും സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മൾ ഖാദിയില്ലാതെ തഹ്കീമൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ അത്തരം രീതികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഫിഖ്ഹിൽ എപ്പോഴും സൂക്ഷ്മത കൂടുതലുള്ള ഒരു രീതി ഉപയോഗിക്കണം. അപ്പോഴും നമ്മുടെ ഈ പ്രശ്നത്തിൽ തീരുമാനമായിട്ടില്ല, അതിൻ്റെ സൂചകം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ബ്രെയിൻ വയറിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാളുടെ പിന്നെ ന്യൂറോ സയൻസ് പറയാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ മറ്റൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം അയാളുടെ ബ്രെയിൻ വയേർഡായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നടക്കുന്ന ഒരു ക്രൈമിനെ എങ്ങനെയായിരിക്കും ഫിഖ് സമീപിക്കുക? ഡിസബിലിറ്റി അല്ലേ, അങ്ങനൊരു സാധ്യത ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ജീവിതകാലത്ത് ഒരു പരസഹായിയായി ജീവിച്ചൊരു മനുഷ്യനാണ്, ഒരാളെപ്പോലും അയാൾ ദ്രോഹിച്ചതായിട്ട് എവിടെയും തെളിവില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ശാരീരിക വൈകല്യം ഒന്നും സംസാരിക്കാൻ പോയി, ആകെ ബ്രെയിന് മാത്രമേ, അയാളുടെ ബ്രെയിനിൻ്റെ ചില ഭാഗമൊക്കെ ഡാമേജുമാണ്. അപ്പോൾ നേരത്തെയുള്ള ഹാബിറ്റ് അനുസരിച്ചും ഇപ്പോഴുള്ള ഡാമേജ് അനുസരിച്ചും ഇയാൾ ഒരിക്കലും മറ്റൊരാളെ കൊല്ലുകയോ അയാൾ ആക്രമിക്കുകയോ ചെയ്യുകയില്ല എന്ന് അറിയാം, അതേതാണ്ട് ഉറപ്പുമാണ്. ആ നിലക്ക് ഇയാൾ ഉപയോഗിക്കുന്ന ഇൻ്റർഫേസ് മുഖേന ഇങ്ങനെ ഒരു ക്രൈം നടന്നു എന്ന് വിചാരിക്കാം. അപ്പം അത് ഇൻ്റർഫേസ് ഉപയോഗിച്ച് വരികയാണെങ്കിൽ ഇത് ഇദ്ദേഹത്തിലേക്കാണ് പോകേണ്ടത്, അപ്പോൾ ഇയാളാണ് അതിന് ഉത്തരവാദി എന്ന് വരണം. പക്ഷേ അവിടെ ഡോക്ടർമാർ ഇയാളെ രീതി അനുസരിച്ച് നമ്മൾ ഇദ്ദേഹത്തിന് കുറ്റവാളിയാക്കാൻ പറ്റില്ല, കാരണം ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇല്ല എന്ന് ഡിസബിലിറ്റി ബോധ്യപ്പെടുകയാണെങ്കിൽ അതിന് സ്വീകാര്യമായ തെളിവുകളൊക്കെ കോടതിയുടെ മുമ്പായി രേഖപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ കോടതി അന്വേഷിക്കൽ എന്താ എങ്കിൽ പിന്നെ ആരാണ് ആ ക്രൈമിൻ്റെ പിറകിൽ. ഇന്ന് നിലവിൽ നടക്കുന്ന വാർത്താ ശ്രദ്ധ നേടുന്ന പല കേസുകളിലും, പരസ്യമായി കൊല്ലപ്പെടുന്ന കേസുകളിലൊക്കെ നമ്മൾ വാർത്താ മീഡിയ പറയുന്നത് കേൾക്കുന്നുണ്ട്, കുറ്റവാളിയായി ഇപ്പോൾ കോടതിയുടെ മുന്നിലുള്ളത് ഇന്ന ആളാണ്, ഇയാളാണോ കുറ്റം ചെയ്തത്, ഇയാളെ വെച്ച് ആരോ കളിക്കുകയാണോ. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില കേസുകൾ ഓർമ്മ വരുന്നുണ്ടാവും. ഇപ്പോൾ കോട്ടയം ഭാഗത്ത് ഒരു ഭാര്യയും ഭർത്താവും മരണപ്പെട്ടു. അവരവിടെ ഒരു ഓഡിറ്റോറിയം ബിസിനസ്സൊക്കെ നടത്തുന്ന വലിയൊരു ടീമാണ്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു മകൻ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ആ മകൻ കൊല്ലപ്പെട്ടതിൻ്റെ അന്വേഷണം എവിടെയും എത്താത്തതുകൊണ്ട് ഈ പിതാവ് അതൊന്നും സജീവാക്കി, ഞാൻ അതിൻ്റെ കൊലയാളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന കൂട്ടത്തിലാണ് ഇവർ രണ്ടാളും മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വാർത്തയിൽ വന്നത് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു അതിഥി തൊഴിലാളിയായ അന്യസംസ്ഥാനക്കാരൻ ഒരാളെ കുറച്ച് മുമ്പ് പിരിച്ചുവിട്ടിരുന്നു. അപ്പോൾ ആ പിരിച്ചുവിട്ട ആൾക്ക് അതുകൊണ്ട് അയാളുടെ കുടുംബത്തിലെ ഭാര്യ പണങ്ങിപ്പോയി, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ആളാണ് ഇത്രയും സെക്യൂരിറ്റി 6ഓളം CCTV ക്യാമറകളും പട്ടിയും വലിയ മതിലും ഒക്കെയുള്ള സ്ഥലത്ത് ക്രൈം നടത്തിയത്. അപ്പോൾ പലരും പറഞ്ഞു ആ വ്യക്തിയെ മുന്നിൽ വെച്ച് വളരെ ശക്തനായ ഒരു പ്രതിയോഗി പിന്നിലുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. ഇപ്പോൾ സാധാരണ എല്ലാ സൗകര്യവും ഉള്ളിടത്തിൻ്റെ ഇതിലുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ക്രൈമിന് കഴിവില്ലാത്ത ഒരു ബ്രെയിനുമായി നിൽക്കുന്ന ഒരാളുടെ നിന്ന് ഇങ്ങനെ ഒരു കുറ്റം കണ്ടാൽ തീർച്ചയായും അയാൾക്ക് സംശയത്തിന് ആനുകൂല്യം ഏതായാലും കിട്ടും ക്രൈം തെളിയുന്നത് വരെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് അത് അല്ല കുറ്റം ചേരുക എന്ന് വരാനുള്ള സാധ്യത വളരെ ശക്തമാണ്. പക്ഷേ ക്രൈമിലാകെയുള്ളൊരു പ്രശ്നം മറ്റ് വസ്തുക്കളെ പോലെ വേണ്ടതില്ല. ഉദാഹരണത്തിന് നമ്മൾ മെഷീൻഡ് ഇതിനെക്കുറിച്ച് പറയും, തോക്കൊക്കെ വെക്കുന്ന ഒരു മെഷീനെ കുറിച്ച് പറയാം. അപ്പോൾ അറവും വെടിവെപ്പും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അറവ് എന്ന് പറയുന്നത് അറക്കുന്ന ആൾ കൈ ഉയർത്തി അവൻ്റെ ആക്ഷൻ കൊണ്ട് മൂർച്ചയുള്ള ആയുധം കൊണ്ട് അറുത്ത് മുറിച്ചാലാണ് അത് അറവാവുക, അങ്ങനെയുള്ള മൃഗത്തെ തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ അറവിന് അത്രയൊക്കെ വേണം. അതുകൊണ്ടാണ് മെഷീൻ അറവ് പറ്റൂല എന്നുള്ള ചർച്ച വളരെ വ്യാപകമായി കിടക്കുന്നത്. അതേസമയത്ത് അതിന് പകരം ഒരു ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ ഒരു വെടിയുണ്ട പാഞ്ഞു പോകുന്ന ഒരു സംവിധാനം, ഇവിടെ മുമ്പിൽ ഒരു ബട്ടണുണ്ട്,
ഈ ബട്ടൺ ഇങ്ങനെ അമർത്തിയാൽ ആ ഓട്ടയിൽ നിന്ന് ഒരു വെടിയുണ്ട ഇങ്ങനെ തെറിച്ച് വീഴും. അപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടയിൽ ഇവൻ ഇത് അമർത്തി. അപ്പോൾ ഇവിടുന്ന് ഒരു വെടിയുണ്ട പോയി അവിടെ തറച്ചു, അയാൾ മരിച്ചു. കേവലം ബട്ടൺ അമർത്തതേ ഉള്ളൂ. ഇതേപോലെ ഒരു ബട്ടൺ അമർത്തിയിട്ട് ഒരു മൃഗത്തെ അറക്കുന്ന ഒരു മെഷീൻ ഓണാക്കിയാലോ അത് തിന്നാൻ പറ്റുമോ? പണ്ഡിതന്മാർക്ക് ഖിലാഫുണ്ട്. എന്നാൽ ഈ ബട്ടൺ അമർത്തിയതുകൊണ്ട് ആ വെടിയുണ്ട് പോയി അവിടെ തച്ചാൽ ആൾ കുറ്റവാളിയാണ്, ഉറപ്പാണ്, അയാൾക്ക് ശിക്ഷ കിട്ടും, അയാൾ കൊലയാളിയായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിന് ഫിഖ്ഹിൽ പറയുക ജിനായാത്തിൽ അതിനാ നിസ്ബ മതി എന്നാണ്. ജിനായത്ത് കുറ്റകരമാണെങ്കിൽ ക്രമീണമായിട്ടുള്ള ഇയാൾ ചേർക്കുന്ന എന്നാൽ സംശയമില്ലാത്ത ഒരു തെളിവ് മതി. പക്ഷെ ഇവിടെ അങ്ങനെ ഇദ്ദേഹത്തെ സംശയമില്ലാതെ ചേർക്കും തെളിവില്ല. കാരണം അയാൾ അത്തരം കുറ്റം ചെയ്യാൻ കഴിവില്ലാത്തവനാണെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ സംശയത്തിന് ആനുകൂല്യവും ഒഴിവും കിട്ടുമെന്നും എന്നാൽ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം തുടരേണ്ടി വരും എന്നുമായിരിക്കും ഒരു ഖാദി അവിടെ പറയുക. നമ്മൾ ജിനായത്തും മുഅമലാത്തൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇബാദത്തും കൂടെ പറയാതെ മുഴുവനാവില്ല. അപ്പോൾ ഒരു സാധാരണ നിൽക്കാൻ കഴിവുള്ളവന് നിൽക്കണമല്ലോ നിസ്കാരത്തിൽ. അപ്പോൾ ഒരാൾ കാല് രണ്ടും ആർട്ടിഫിഷ്യൽ ലിംബാണ്, അത് ഈ ഇൻ്റർഫേസ് ഉള്ള ലിംബാന്ന് വിചാരിക്കാം. അയാൾക്കത് സ്വന്തം ഇഷ്ടപ്രകാരം ചലിപ്പിക്കാൻ കഴിയുകയും മടക്കാനും തിരിക്കാനും പറ്റുന്നൊരു കാല് ഡെവലപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം. വരാൻ സാധ്യതയുണ്ട്, നിയർ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ അയാളാണെങ്കിൽ കാല് മുറിച്ചതിൻ്റെ ശേഷം കസേര ശീലമായ ആളാണ്. അപ്പോൾ ഇയാൾ ഇത് വന്നോടുകൂടെ നിൽക്കാൻ നിർബന്ധിതനാവോ? അയാളുടെ ഈ കഴിവ്, ഈ BCA വെച്ചിട്ടുള്ള കഴിവ് നമ്മൾ കഴിവായിട്ട് തന്നെ കൺസിഡർ ചെയ്യുമോ, അതോ അയാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം, അതാണ് ഫിഖ്ഹിൻ്റെ ഇബാറത്ത്. വളരെ വ്യക്തമാണ്. നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കണം. അപ്പോൾ കഴിവ് എന്ന കൂട്ടത്തിൽ ഇത് പെടുമെന്നാണ്. അപ്പോൾ അവിടെ നിൽക്കാൻ കഴിവുള്ളതെന്ന് പറഞ്ഞാൽ അയാൾക്ക് സാധാരണ നിൽക്കാൻ കഴിയില്ല. ഒരാളുടെ സഹായത്തോടെ നിൽക്കാം, നിൽക്കണം. ഒരു സ്ഥലത്ത് പിടിച്ചു നിൽക്കാം, നിൽക്കണം. നിൽക്കാൻ കഴിവുള്ളവൻ നിന്നാൽ മതി, അല്ലാത്തവർക്കോ ഇരിക്കാം. അപ്പോൾ ഒരാൾ സഹായത്തിന് വേണം, ആളില്ല എന്നാൽ ഇരിക്കാം. പിടിച്ചു നിൽക്കാൻ കഴിയും, പിടിക്കാനൊന്നുമില്ല, അപ്പോൾ ഇരിക്കാം. അപ്പോൾ അയാളുടെ കഴിവിനനുസരിച്ചുള്ള നൃത്തമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ BCI വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ചർച്ചകൾ വരുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒരാളുടെ മറ്റുണ്ടെന്ന് പറയാനുള്ള സമയം വളരെ സ്പീഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കഴിവിൻ്റെ ഇസ്തിത്വാഅത്തിൻ്റെ പരിധിയിൽ വരുന്ന തരത്തിൽ നമുക്ക് അഫോർഡബിളും ആക്സസബിളുമായാൽ അപ്പോൾ ഫിഖ്ഹിന് അവൻ്റെ കഴിവിൽപ്പെട്ടതാണെന്ന് പറയാൻ കഴിയുമായിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അപ്പോൾ ഫിഖ്ഹിൻ്റെ കഴിവിൽപ്പെട്ടതാ ഇസ്തിത്വാഅത്തിൻ്റെ കൂട്ടത്തിൽ പെട്ടതായി വന്നാൽ അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കണം എന്ന് പറയാനും കഴിയും. ഉദാഹരണത്തിന് ഹറമിൽ ചെന്നാൽ അവിടെ തവാഫ് ചെയ്യുന്ന വിഷയത്തിൽ ഇപ്പോൾ വീൽ ചെയറാണ്, ഇപ്പോൾ വീൽ ചെയറിൻ്റെ ആവശ്യമില്ല, ഇത് ഉപയോഗിച്ചാൽ നടന്നിട്ട് തന്നെ തവാഫ് ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ അതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇസ്തിത്വാഅത്തിൻ്റെ ഉള്ളിൽ പെടുന്ന ഒരു തരത്തിലേക്ക് അത് എത്തുമോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് പണ്ഡിതന്മാരുടെ ഒരു ചർച്ചയിലൂടെ മാത്രമേ പൂർണ്ണമായി തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഈ BCI അല്ലെങ്കിൽ ന്യൂറോ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ ഡെവലപ്മെൻറ്റ് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇൻക്യൂറബിൾ എന്ന് വിചാരിച്ചിരുന്ന പല അസുഖങ്ങളും, അതായത് ചികിത്സിച്ചാൽ ഭേദമാവില്ല എന്ന് വിചാരിച്ച പല അസുഖങ്ങൾക്കും ചികിത്സ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ തലച്ചോറിലേക്ക് ചില ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ചില അസുഖങ്ങളൊക്കെ ഭേദാവുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ പാർക്കിൻസോണിസത്തിലെ വിറയലുകൾ, നടക്കാൻ കഴിയായ്മയൊക്കെ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷനോട് വ്യത്യാസം വരുന്നത് കാണാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു ആൾറെഡി ഒരു ചിത്തരോഗിയാണെന്ന് വിചാരിക്കുന്ന ഒരാൾ, ഒരു മാനസിക അസ്വസ്ഥമുള്ള ചിത്തഭ്രമം എന്നൊക്കെ പറയില്ലേ, സ്കിസോഫ്രീനിയ, ഇങ്ങനത്തെ അസുഖം പിടിപ്പെട്ട ഒരാൾ നമ്മൾ അയാളെ ഒരു തക്ലീഫില്ലാത്ത ആളായി കണക്കാക്കിയിരിക്കുകയാണ്. ഇയാൾ ഈ ചികിത്സയിലൂടെ സാന്ദർഭികമായിട്ട് ഈ മെഷീൻ വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് ഇയാളുടെ ബുദ്ധി ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇയാളുടെ തെക്കിലീഫിൽ വരുന്ന വ്യത്യാസമാണ് ഇത് ചോദ്യത്തിൻ്റെ ആധാരം. അപ്പോൾ അയാളുടെ നമസ്കാരം, നോമ്പ്, മറ്റു സംഗതികളിലേക്ക് അയാളെ പിന്നെ സാധാരണ ഒരാളെ പോലെ തിരിച്ചു വരാനുള്ള സാധ്യത, അത് ഹുക്കും എങ്ങനെ വരും എന്നുള്ളതാണ്. അതിന് സമാനമായ ചില മസലകളൊക്കെ ഫിഖ്ഹിൽ നേരത്തെ ചർച്ച ചെയ്തതിലുണ്ടാവും. ഉദാഹരണത്തിന് ഈ വലിയൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ
ഒരു വലിയ ഖാസായ വലിയ ഉപ്പയോ വല്യുപ്പയോ ആണ്, അയാളാണ് വലിയ. പക്ഷെ അയാൾക്ക് ചില സമയത്ത് ഒരു സ്ഥിരത ഉണ്ടാവില്ല, ചില സമയത്ത് നല്ല തെളിവായിരിക്കും. അപ്പോൾ അയാളോട് വക്കാലത്ത് വാങ്ങണമെങ്കിലും സ്ഥിരബുദ്ധി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വക്കാലത്ത് വാങ്ങിയിട്ട് മറ്റൊരാൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ കഴിപ്പിക്കുകയോ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ആ സ്ഥിരബുദ്ധി ഉണ്ടാകുന്ന സമയം കാത്തിരിക്കണം. അപ്പോൾ അത് ഒരു അരമണിക്കൂർ കിട്ടിയാൽ ആ സമയത്തുകൊണ്ട് വേഗം കാര്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കും. എന്തു പറഞ്ഞ ഫിഖ്ഹിൻ്റെ ഒരു വീക്ഷണ രീതി വെച്ചിട്ട് ഇദ്ദേഹം ഈയൊരു മെഷീൻ ഉപയോഗിക്കുകയും ആ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് അദ്ദേഹം പൂർണ്ണമായി സ്ഥിര സ്വബുദ്ധി കാണിക്കുന്ന ഒരവസ്ഥയിലേക്കും വന്നാൽ, അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇസ്തിതാഅത്ത് എന്ന് ഫിഖ്ഹ് പറയുന്ന ഒരു ഭാഷയിലായിട്ട് നമുക്കത് അക്സെപ്റ്റബിൾ ആണ് എന്ന് ഫുഖഹായിൻ്റെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. അപ്പം അല്ലാത്ത സമയത്ത് അയാൾ ഇൻപെയർഡ് ആകുമ്പോൾ അയാളിന്ന് വക്കാലത്ത് പോലും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നൊക്കെ ഹാഷിയിലൊക്കെ കാണാം. അയാൾ എപ്പോഴാണെന്നൊന്ന് ഈ ക്യൂറായി വരുന്നത് അതുവരെ കാത്തിരിക്കേണ്ടി വരും എന്നൊക്കെ കാണാം. അപ്പം എന്തായാലും ഈ പുതിയ ഒരു സാഹചര്യം നമ്മൾ അഭിമുഖീകരിക്കാൻ പോവാണ്. തീർച്ചയായും സന്തോഷിക്കാനുള്ള വക തന്നെയാണ്. തലച്ചോറിൻ്റെ പല കഴിവുകളും ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആകെ തലച്ചോറിൻ്റെ 2% 3% നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. തലച്ചോറിന് അതിഭയങ്കര സൂപ്പർ കമ്പ്യൂട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പുതുതായി വരികയും, ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇലോൺ മസ്കിൻ്റെ കമ്പനി ഇത്തരം ചില ഇമ്പയർഡായ ആളുകൾക്ക് വെച്ചുകൊടുത്ത് ചിലതൊക്കെ നല്ല സക്സസ്സിലേക്ക് വരുന്നു എന്ന പുതിയ അവസ്ഥ നമുക്ക് പഠന രംഗത്തും ചിലപ്പോൾ പ്രാക്ടിക്കൽ നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ ആപ്ലിക്കേഷൻ രംഗത്തുമൊക്കെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിലുപരി അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള മനുഷ്യന്ന വൈഭവം, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്നൊക്കെ നമ്മൾ എപ്പോഴും പാടിയാർക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അറഫ നഫ്സു എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഈ ശരീരത്തിൻ്റെ അകത്ത് കയ്യും കാലും വയറും അബ്ഡോമനും അതിൻ്റെ ഉള്ള കരളും ഹൃദയവും ഇതൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ താരതമ്യം സിമ്പിളാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു മുകളിലും അതായത് 2 അറ, അതിൽ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ അതിൻ്റെ ഭിത്തി ചിലപ്പം ഹാർട്ട് ബ്ലോക്ക് ആകുമ്പോൾ അവിടെ ഇങ്ങനെ ഇതൊക്കെ പറ്റി നിൽക്കും, അങ്ങോട്ട് പോകില്ല. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യും, ഓൺ ചെയ്യും. ഏതായാലും ഒരു മെഷീൻ ലെവലാണ്. അതിനപ്പുറത്ത് എന്തൊക്കെയോ അതിഗംഭീരമായ മനുഷ്യന് സ്വപ്നം കാണുക, കലാവാസന, വെറുതെ ആശങ്ക ഉണ്ടാവുക, പേടി ഉണ്ടാവുക, വലിയ കാര്യങ്ങൾ എടുക്കാനുള്ള തീരുമാനം, ഹിബ്ബത്തുർ റിജാലി തഹ്ദിമുൽ ജിബാൽ എന്നൊക്കെ പറഞ്ഞവരുള്ള എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം മനുഷ്യനെ അറിയുക എന്ന് പറഞ്ഞാൽ തല അറിയലാണ്. അപ്പം തലയെക്കുറിച്ച് അറിയുന്നതിന് അഥവാ ചിന്തയെക്കുറിച്ച് അറിയുന്നതിനുള്ള ഒരു പുതിയ ഇൻ്റർഫേസാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും ഫിഖ്ഹിലും നമ്മുടെ ആദർശ ദർശനത്തിലുമൊക്കെ പുതിയ വെളിച്ചമുണ്ടാകാനുള്ള സാധ്യതയാണ്. അപ്പോൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡൈനമിക്കായ ഫിഖ്ഹിൻ്റെ പലതരം ചർച്ചകളുടെ കൂട്ടത്തിൽ നമുക്ക് തീർച്ചയായും ഇതിനെയും സ്വാഗതം ചെയ്യാം. അപ്പം അതിൻ്റെ പുതിയ മുന്നേറ്റങ്ങൾ വളർന്നു വരുന്ന വിദ്യാർത്ഥികളാവുന്ന നിങ്ങൾ വളരെ കൗതുകത്തോടെ കാണുകയും അതിൻ്റെ പുതിയ വിജ്ഞാന ശകലങ്ങൾ ശേഖരിച്ചു വെക്കുകയും അതുപോലെ പണ്ഡിതന്മാരുടെ കൂട്ടായ്മയിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളെ അറിയാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, വെള്ളിയാഴ്ചയാണ്, 11:30 കുറച്ചുകൂടെ അപ്പുറത്തുമ്പോൾ സവാലാവും. സവാലിന് മുമ്പ് വിഷയങ്ങളൊക്കെ തീർക്കണമെന്നാണ് ഫിഖ്ഹിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഒരു കൺക്ലൂഷൻ സാബിർ സഖാഫി പറയും. അവസാനിപ്പിക്കുകയാണ്. ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കർമ്മശാസ്ത്രത്തിൻ്റെ സമഗ്രതയാണ് നമ്മൾ ഈ ചർച്ചയിൽ മനസ്സിലാക്കുന്നത്. ശാസ്ത്രം അത് നമുക്ക് എത്ര കണ്ട് പുരോഗമിപ്പിക്കാൻ കഴിയുമോ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ഏറ്റവും നന്നായി പഠിക്കേണ്ടവർ നമ്മളാണ്. ആ സൃഷ്ടി വൈഭവത്തെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് എത്രത്തോളം ഉപകാരപ്രദമാകുന്ന വിധം അതിനെ ഉപയോഗിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഒരാൾ ഗവേഷണം നടത്തുന്നത് എങ്കിൽ സ്തുത്യർഹമായ പ്രതിഫലാർഹമായ ഗവേഷണങ്ങളായി അത് മാറുമെന്നതാണ് വിശുദ്ധമായ ഇസ്ലാം. ശാസ്ത്രത്തിൻ്റെ വിവരങ്ങളോട്, വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെല്ലാം എത്രത്തോളം പുരോഗമിച്ചാലും എല്ലാ തലത്തിലും സംവദിക്കാൻ കർമ്മശാസ്ത്രത്തിൻ്റെ നമ്മുടെ അടിസ്ഥാനങ്ങൾക്ക് സാധിക്കുമെന്നതുകൊണ്ട് തന്നെ അറിവ് വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അന്യമല്ല. നമ്മൾ സ്വീകരിക്കുന്ന വിവരങ്ങൾ അതിനെയെല്ലാം കൃത്യമായി അപഗ്രഥിക്കാനുള്ള
അടിസ്ഥാനങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, അതിൻ്റെ കൃത്യത എത്രയാണ്, ആക്യുറസി എത്രയാണ്, സെർട്ടൈനിറ്റി എത്രയാണ്, അതെത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എവിടെയാണ്, എങ്ങനെയാണ് അതിനോട് സമീപിക്കേണ്ടത് എന്ന കൃത്യമായ അടിസ്ഥാനം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനുണ്ട് എന്നതുകൊണ്ട് തന്നെ കാലം എത്ര പുരോഗമിച്ചാലും, എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിച്ചാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാഇൻ്റെ അടുക്കൽ ഓരോ വിഷയത്തെയും സമീപിക്കാനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകും. ഒരു കാര്യം കൂടി ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്തരം പഠനങ്ങൾ, സംയുക്ത പഠനങ്ങൾ, ആ പഠനങ്ങൾ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉലമാഇൻ്റെ ചർച്ചകളുടെ അകക്കാമ്പുകൾ മനസ്സിലാക്കിക്കൊണ്ട്, അതേസമയം തന്നെ ശാസ്ത്രീയമായ വിവരസാങ്കേതിക വിദ്യകൾ അതിൻ്റേതായ സോഴ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഒരു സംയുക്തമായ പഠനങ്ങൾ കേരളത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. പലപ്പോഴും ഇൻ്റർനാഷണൽ ജേർണലുകളിൽ വരുന്ന പഠനങ്ങൾ, നേരത്തെ ഡോക്ടറോയി നമ്മൾ സംസാരിച്ചിരുന്നു, പെരിഫറലായ പഠനങ്ങളാണ് നടക്കുന്നത്. അത് വായിക്കുന്ന ആളുകൾ പലപ്പോഴും ദീനിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കാനും ശാസ്ത്രത്തെക്കുറിച്ച് തെറ്റിദ്ധരിക്കാനും രണ്ട് തലത്തിലുമുള്ള പെരിഫറൽ വായനകൾ നടക്കുന്നത് കൊണ്ട്, സംഭവിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് മേഖലയിലും അഗ്രഗണ്യരായ ആളുകളായിരിക്കണം ഒരു വിവരത്തെ പ്രോസസ്സ് ചെയ്യേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ ഉലമാ ഫിഖ്ഹിൽ എന്ത് പറയുന്നു, ആ വിവരങ്ങൾ അവരിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് നേരത്തെ ഉസ്താദ് ഓരോ വിഷയത്തെയും അപഗ്രഥിച്ചതുപോലെ എങ്ങനെയാണ് അപഗ്രഥിക്കേണ്ടത് എന്നതിൽ നമ്മൾ കൂടി ആലോചിക്കുകയും നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് ഈ ഒരു സെഷൻ്റെ കൺക്ലൂഷനിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.